ആ സന്തോഷത്തിന് പിന്നിൽ വേറൊരു ദുരുദ്ദേശം കൂടി ഇല്ലേന്ന് സംശയം ഇല്ലാതില്ല. നാളെ മുതൽ ദക്ഷ ഓഫീസിൽ വന്നു തുടങ്ങുന്നുള്ളതുകൊണ്ട് രാവിലെ മുതൽ യച്ചുവിന്റെ മുഖം ഒരു കൊട്ടകമുണ്ട്. ഡെന്നി ഇടക്കും തലക്കും തോണ്ടിയും പിച്ച് നിന്നിട്ട് അവിടെ പുച്ഛം മാത്രം. ഒടുവിൽ സഹിക്കിട്ട് ഡെന്നി അവളെ റൂമിൽ പിടിച്ചു നിർത്തി. എന്റെ വേദു, എന്താ നിന്റെ പ്രശ്നം? കുറെ നേരിട്ട് ഞാൻ സഹിക്കുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാ നിന്റെ മുഖം എന്നെ കാണുമ്പോ ഇങ്ങനെ കോട്ടി പിടിക്കുന്നേ? അവന്റെ ക്ഷമ കിട്ടു തുടങ്ങിയിരുന്നു. പിന്നെ അവിടെ പുച്ഛം. ദേ പെണ്ണെ, എന്റെ ക്ഷമ പരീക്ഷയിരുന്നീ അവിടെ ഒരു പുച്ഛം. അവനവിടെ കവിളിൽ കുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചുവിന്റെ ചുണ്ട് ഒന്നുകൂടി കോർത്തു വന്നു. അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. അവിടെ ഉണ്ടക്കണ്ണിന്റെ നോട്ടം കണ്ടത് ഡെന്നി ഒരു ചിരിയോടെ അവിടെ കൂർപ്പിച്ച് പിടിച്ച ചുണ്ടിൽ കടിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ കടിച്ചുകൊണ്ട് ലച്ചു കണ്ണുകൾ ഇറുക്കി അടച്ച് അവന്റെ തോളിൽ പിടിമുറുക്കി. ഇനി പറ, എന്തിനാ ഈ ദേഷ്യം? അവൻ അവിടെ ചുണ്ടിൽ പൊടിഞ്ഞ ചോരത്തുള്ളികൾ നാവിനാൽ ഒപ്പിയെടുത്തുകൊണ്ട് ചോദിച്ചു. ലച്ചു ഒന്ന് വിറച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ കണ്ണുകൾ കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ പെടച്ചുകൊണ്ടിരുന്നു. ഹാ പറ പെണ്ണേ. ഡെന്നി അവളുടെ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അവളെ ഇഷ്ടമല്ല, ലച്ചു കുറുമ്പോടെ പറഞ്ഞു. ഏതവളെ? ഡെന്നിക്ക് മനസ്സിലായെങ്കിലും ആവാത്ത പോലെ ചോദിച്ചു. ആ കുക്ഷപ്പിശാചിനെ. സ്വതവേ ഉള്ള അവളുടെ ഉണ്ടക്ക് അവൾ ഒന്നുകൂടി വീർത്തു. അതിന് നിന്നോട് അവളെ പ്രേമിക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. നിനക്ക് പ്രേമിക്കാനല്ലേ നിന്റെ ഇച്ഛായൻ ഇവിടെ ഉള്ളത്? അവൻ കളിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിൻ മുമ്പിൽ കടിച്ചു. ഇച്ഛായ? അവൾ ചിണുങ്ങി. എന്താടി നിനക്ക്? ഒരു കൊച്ചിന്റെ തള്ളയായി, എന്നിട്ട് ഇപ്പോഴും 10 പൈസയുടെ വിവരമല്ല. ഇനി ഇതൊക്കെ എപ്പോ വരാനാ? ഡെന്നി നിസ്സഹായതയോട് ചോദിച്ചു. ഇച്ചായ കളിയല്ല, കാര്യമായിട്ട് പറഞ്ഞ എനിക്ക് അവളെ തീരെ പിടിക്കുന്നില്ല. അവളുടെ നോട്ടവും ഭാവൊന്നും ശരിയല്ല. ലച്ചു ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നെ അവള് വേണ്ടാത്ത രീതിയിൽ നോക്കിയോടി. അവൾ ആ ടൈപ്പായിരുന്നോ? ഡെന്നി ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. ലച്ചു ദേഷ്യത്തോടെ അവന്റെ നെഞ്ചിൽ കടിച്ചു. അവൻ അലറി. എന്നെ നോക്കുന്ന കാര്യമില്ല, നിങ്ങൾ അവൾ നോക്കുന്ന നോട്ടത്തെ പറ്റി ഞാൻ പറഞ്ഞു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ലച്ചു അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായന്റെ കൊച്ചിങ്ങോട് നോക്കി. നിന്റെ ഇച്ചായൻ ഗ്ലാമർ അല്ലയോടി, അപ്പൊ പിന്നെ പെമ്പിള്ളേര് നോക്കില്ലേ? നമ്മളതൊക്കെ ഒരു കോംപ്ലിമെന്റ് ആയി എടുക്കണ്ടേ? ഡെന്നി അവളുടെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യ, ഒരു കൊച്ചിന്റെ തന്തയായി, മൂന്ന് കിളവനായി, എന്നിട്ടാ ഒരു ഗ്ലാമർ താരം വന്നിരിക്കുന്നു. അവളവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എടി, നല്ല പ്രായത്തിൽ കഴിവ് തെളിയിച്ചുകൊണ്ട് എനിക്കിപ്പോ 4 വയസ്സുള്ളൊരു മോളായി. എന്ന് വെച്ച് നീ എന്നെ കിളവനാക്കല്ലേ? ഐ ആം സ്റ്റിൽ യങ്. ഡെന്നി താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓ ശരി ചെറുപ്പക്കാരാ, ഒന്ന് മാറി തന്നാൽ ഈയുള്ളവൾക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. ലച്ചു കൈകൂപ്പിക്കൊണ്ടൊരു പ്രത്യേക രീതിയിൽ പറഞ്ഞു. എങ്ങോട്ട്? ഇപ്പൊ പോണ്ട. ഡെന്നി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. പോണ്ടേ? അതെന്താ ഞാനിപ്പോ പോയാൽ? ലച്ചു അവനെ തറപ്പിച്ചുകൊണ്ട് ചോദിച്ചു. വേദു ഇപ്പൊ പോണ്ട. ഡെന്നിക്ക് അവളുടെ ഭാവം കണ്ട് ചിരി വന്നെങ്കിലും അത് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിടമാട്ടെ, എന്നെ എങ്കിരുന്ന് നീ എങ്കിലും വിടമാട്ടെ. വേദു! ഡെന്നി ചിരിച്ചുകൊണ്ട് വിളിച്ചു. ഞാനിപ്പോ എന്താ പറഞ്ഞു ചായ? ഒന്നുമില്ല മോളെ. മോളൊന്നും പറഞ്ഞില്ല. അല്ല, ഞാൻ എന്തോ പറഞ്ഞു ഇപ്പോ. ഒന്നുമില്ല പെണ്ണെ, എന്നെ വെറുക്കല്ലേ ഈ ചായ. അത്രയായപ്പോഴേക്കും ഡെന്നി പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. അവൻ വയറിൽ കൈവച്ചെന്ന് ചിരിച്ചു. ഡെന്നിയുടെ ചിരി കണ്ട് ലച്ചു നിന്ന് ചിരിച്ചു. നിനക്ക് ആരടി മെച്ചൂറ്റിയൊന്നു പറഞ്ഞ്? അവൻ ചിരിച്ചിരിച്ച് നിറഞ്ഞവളോട് ചോദിച്ചു. ആരും പറഞ്ഞില്ല, ഒരു പഞ്ചിന് വേണ്ടി ഞാൻ തന്നെ പറഞ്ഞതാ. ലച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ മോളെ. ഡെന്നി ബെഡിലിരുന്നുകൊണ്ട് അവൾ വലിച്ചു മടിയിലിരുത്തി. പെട്ടെന്നായതുകൊണ്ട് അവൾ അവനിലേക്ക് അമർന്നു. ലച്ചു ഒന്ന് കുതിരയതും അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു. ലച്ചു അവന്റെ മുകളിലായി കിടന്നു. ഇന്ന് ഏതാ ദിവസം എന്നറിയോ? ഡെന്നി അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇന്ന് സൺഡേ അല്ലേ, അതിനു മുമ്പ് എത്ര ചോദിക്കാൻ? ലച്ചു സംശയത്തോടെ ചോദിച്ചു. ഓഹ് ഈ പോത്ത്, ഇവളൊക്കെ പ്രേമിച്ചാൽ ആ ദക്ഷയെ പ്രേമിച്ചാൽ മതിയായിരുന്നു. ഡെന്നി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് അവളെ പ്രേമിക്കണം എന്നപ്പോ എന്താ എന്റെ പിന്നാലെ വന്ന്? ഞാൻ നല്ല പല ചെക്കന്മാരെ പ്രേമിച്ചൊരു സുഖമായി ജീവിച്ചേനെ, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. ഞൊടിയുടെ അവൻ അവളുമായി മറിഞ്ഞു. ഇപ്പൊ ഡെന്നി അവളുടെ മുകളിലാണ്. അങ്ങനെ വേറൊരുത്തനും ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്നെ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? നീ എന്റെയാണ്, എന്റെ പെണ്ണാണ്, ഈ ഡെന്നീസിന്റെ പെണ്ണ്. അവൻ ഇമ്മച്ചിമ്മാതെ അവളെ നോക്കി പറഞ്ഞു. അവന്റെ കണ്ണുകളുടെ മാന്ത്രികതയിൽ അവൾ കുരുങ്ങി. പിന്നെ എന്തിനാ അവളെ പ്രേമിക്കുന്ന കാര്യം പറഞ്ഞു? ലച്ചു ചുണ്ടുവിളിക്കൊണ്ട് ചോദിച്ചു. എന്താ പൊട്ടിക്കാളി, ഇന്ന് ഏതാ ദിവസം ചോദിച്ചിട്ട് നിന്റെ ഉത്തരം കേട്ട് പറഞ്ഞു പോയതാ. അതിനിപ്പോ എന്താ, ഞാൻ പറഞ്ഞു ശരിയല്ലേ? അവൾ നിഷ്കളങ്കമായി അവന്റെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല പെണ്ണെ, ആളെ വിട്. അവൻ അവളിൽ നിന്ന് അകന്നുമാറി ബെഡിൽ കമിഴ്ന്നു കിടന്നു. ലച്ചു ഒരു ചിരിയോടെ അവന്റെ പുറത്തേക്ക് വലിഞ്ഞു കയറി. ഡെന്നി ഒരു ഭാവവ്യത്യാസമില്ലാതെ അങ്ങനെ തന്നെ കിടന്നു. അവളൊരു ചിരിയോടെ അവന്റെ ചെവി പതിയെ കടിച്ചു. അവൻ ഇക്കിളിയെടുത്ത് മുഖം തലയിണയിൽ പൂഴ്ത്തി. ഹാപ്പി വാലന്റൈൻസ് ഡേ ചായ. ഐ ലവ് യു ഫോർ എവർ ആൻഡ് എവർ. അവളുടെ ശബ്ദം കാറ്റുപോലെ നേർത്തതായിരുന്നു. ഡെന്നിയുടെ ഹൃദയമിടിപ്പ് കൂടി. അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു കിടന്നു. ലവ് യു ടു മൈ ഡിയർ വൈഫ്, താങ്ക്സ് ഫോർ ബീയിങ് ഇൻ മൈ ലൈഫ്. അവൻ അവളുടെ നെറുകിലായി ചുംബിച്ചു. എവിടെ എന്റെ ഗിഫ്റ്റ്? ലച്ചു കുറുമ്പോട് ചോദിച്ചു.
അയ്യടി ഗിഫ്റ്റ് ഒന്നുമില്ല, ഓൺലി സ്നേഹം, ഡെന്നി ചിരിയോടെ പറഞ്ഞു. ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല, മര്യാദക്ക് തന്നോ, അവൾ അവനിൽ നിന്ന് എഴുന്നേറ്റ് മാറിക്കൂടെ പറഞ്ഞു. ശരി, കണ്ണടക്ക്. അതെന്തിനാ? അടക്ക് പെണ്ണ്, ഞാൻ പറയാ തുറക്കരുത്. ഓക്കെ. വേദു, ഇടം കണ്ടിട്ട് നോക്കരുത്. ഇല്ല. ശരിക്കും അടക്കടി. അടച്ചു. ഇനി തുറന്നോ. ഈ ചായ ഇഷ്ടപ്പെട്ടോ? ഒരുപാട്. ഇത് ഇപ്പൊ തന്നെ ഇട്ട് കാണിക്കേ. ഓക്കെ. ലച്ചു വേഗത അവനിൽ നിന്ന് വാങ്ങി. ഇട്ടിരുന്ന ഒറ്റക്കല്ലിന്റെ മൂക്കുത്തി ഊരി മാറ്റി അവൻ കൊടുത്തതണിഞ്ഞു. കണ്ണാടിയിൽ നോക്കുന്നതിന് മുന്നേ അവൾ അവന്റെ മുമ്പിൽ പോയി നിന്നു. ഡെന്നി അവളെ കണ്ണിമയ്ക്കാതെ നോക്കി. 5 കല്ലുകൾ പതിച്ച ആ നക്ഷത്ര മൂക്കുത്തി അവിടെ സൗന്ദര്യം ഇരട്ടിപ്പിക്കുന്നതായി അവന് തോന്നി. ചെറുതായി ചുവന്ന ആ മൂക്കിന് മുമ്പിൽ അവൻ മൃദുവായി ചുണ്ടുകൾ ചേർത്തു. ലച്ചു കണ്ണുകൾ അടച്ച ആ ചുമ്മനെ സ്വീകരിച്ചു. മൂക്കിൻ തുമ്പിൽ നിന്നും അവന്റെ ആദരം അവളുടെ കവിളിലേക്ക് നീങ്ങി. ആ ഉണ്ട കവിളുകളെ വേദനിപ്പിച്ചുകൊണ്ട് അവന്റെ ദന്തങ്ങൾ അവിടെ ആഴ്ന്നു. അവിടെ ഒന്ന് അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് ഡെന്നി പിൻവാങ്ങി. എവിടെ എന്റെ ഗിഫ്റ്റ്? അവൻ കൈകെട്ടിന്നോട് ചോദിച്ചു. ലച്ചു പതിയെ അവന്റെ കാലിൽ കയറി നിന്നു. പെരുവിരലിലൊന്ന് കുത്തിപ്പൊങ്ങിക്കൊണ്ട് അവളുടെ കൈകൾ അവന്റെ കഴുത്തിനെ വരഞ്ചുറ്റി. ഡെന്നി അതിശയത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ തെളിഞ്ഞ കുസൃതിയിൽ അവൻ സ്വയം മറന്നു. അവൻ അറിയാതെ തന്നെ അവന്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ച് ലച്ചു ഒരു ചിരിയോടെ അവനിലേക്ക് അടുത്തു. അവളുടെ ശ്വാസം അവന്റെ ചുണ്ടുകളിൽ തട്ടി. ഡെന്നി കണ്ണുകൾ അടച്ചവയെ സ്വീകരിക്കാൻ വെമ്പൽ കൊണ്ടു. അവൾ മെല്ലെ അവന്റെ അധരങ്ങൾ കവർന്നു. ആദ്യം പതിയെ തുടങ്ങിയ ആ ചുംബനം അവളിലൊരു ലഹരിയായി പടർന്നു കയറാൻ അധിക സമയം വേണ്ടി വന്നില്ല. അവൾ ആവേശത്തോടെ അവന്റെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞു. ആ ഒരു നിമിഷം ഡെന്നി അവനെ പൂർണ്ണമായി അവൾക്ക് വിട്ടുകൊടുത്തിരുന്നു. ഒടുവിൽ അവന്റെ കീഴ്ചുണ്ടിൽ അമർത്തി കടിച്ചുകൊണ്ട് അവൾ അവനിൽ നിന്നും വിട്ടുമാറി കിതച്ചു. ലച്ചുവിന് അവനെ നോക്കാനുള്ള ചമ്മൽ കൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു. ഡെന്നി പുറകിലൂടെ വന്ന് അവളെ പുണർന്നുകൊണ്ട് നിന്നു. ഒരുപാട് നേരം കണ്ണുകൾ അടച്ച് അവരെ ആ നിമിഷം ആസ്വദിച്ചു. തുടർച്ചയായിട്ടുള്ള കോളിംഗ് ബെല്ലാണ് അവരെ ഉണർത്തിയത്. ആരെ ഈ സമയത്ത്? ലച്ചു സംശയത്തോടെ അവനിൽ നിന്ന് വിട്ടുന്നോട് ചോദിച്ചു. വാ നോക്കാം. ഡെന്നി പുറത്തേക്ക് ഇറങ്ങി. അവന് പുറകെ ലച്ചുവും ഇറങ്ങി. അടുക്കളയിൽ നിന്ന് ട്രീസ് അപ്പോഴേക്കും കൈ തുടച്ച് വന്നിരുന്നു. ഡെന്നി ഡോർ തുറക്കാൻ പോകും വഴി സോഫയിൽ നിന്ന് ടോം ആൻഡ് ജെറി കാണുന്ന മിഴിയെ നോക്കി. അവൾ അവനെ ഇടകണ്ടിട്ട് നോക്കി വീണ്ടും ടിവിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഡെന്നി കടന്നുപോയത് മിഴി സോഫയിൽ കയറി ഡോറിലേക്ക് നോക്കി. ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് 3 ജോഡി കണ്ണുകളിൽ അത്ഭുതമായിരുന്നെങ്കിൽ ഒരെണ്ണത്തിന് മാത്രം വേറെന്തോ ഭാവമായിരുന്നു. ഡോർ ഊർന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഗൗരിയെ കണ്ട് ഡെന്നി, ലച്ചും ട്രീസയും വാവിളിച്ചു. സൈഡ് പ്ലീസ്. അവൾ അവളേക്കാൾ വലിയ ട്രാവൽ ബാഗ് വലിച്ച് തോളിലിട്ട് അവരെ തട്ടിമാറ്റി അകത്തേക്ക് നടന്നു. ഗൗരി കയറിപ്പോന്ന് നോക്കി വാവിളിച്ചെന്ന ലച്ചുവിന്റെ തലയിലൊന്ന് കുട്ടി. അവൾക്ക് പുറകെ നന്ദനും കയറി. ഡെന്നി അന്തം വിട്ട് നന്ദനെ നോക്കി. എന്താടാ? ഡെന്നിയുടെ വയറിടിച്ചുകൊണ്ട് നന്ദൻ ചോദിച്ചു. നിങ്ങളെന്താടാ ഇവിടെ? സന്തോഷവും വെപ്രാളവും ഇടകലർന്ന ശബ്ദത്തിൽ ഡെന്നി ചോദിച്ചു. അതെന്താടാ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? അവൻ പുരികെത്തി ചോദിച്ചു. ഓൾവേസ് വെൽക്കം മാൻ, ഡെന്നി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അകത്ത് കയറി ഗൗരി ക്ഷീണത്തോടെ ബാഗെല്ലാം സോഫയിലേക്ക് ഇട്ടിരുന്ന് കിതച്ചു. സോഫയിൽ കയറുന്ന ഇതൊക്കെ നോക്കിയെന്ന മിഴി ഗൗരിയെ നോക്കി. ക്ഷീണിച്ചു, ഗൗരി ഷോൾ കൊണ്ട് മുഖം മൂപ്പി പറഞ്ഞു. അതെന്താ? മിഴി അവളെ നോക്കി ചോദിച്ചു. പിന്നെ ഈ പെട്ടിയും തൂക്കി വന്നാൽ ക്ഷീണിക്കില്ലേ? ഗൗരി അവൾ നോക്കി പുച്ഛിച്ചു. നാട്ടീന്ന് നടന്നാണോ വന്നേ? മിഴി അവളെ തിരിച്ച് പുച്ഛിച്ചു. ഗൗരി പ്ലിങ്ങി. എല്ലാവരും അവളെ നോക്കി ചിരിച്ചു. വാടാ ഇരിക്കും, ഡെന്നി നന്ദനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആടാ ക്ഷീണിച്ചു, വെളുപ്പിന് പോന്ന. നന്ദൻ ബാഗ് താഴെ വെച്ച് നടുന്നു നിർത്തിക്കൊണ്ട് പറഞ്ഞു. എന്താ പെട്ടെന്ന് വരാന്ന് വെച്ച്? ഡെന്നി അവന്റെ അടുത്തിരുന്നുകൊണ്ട് ചോദിച്ചു. ഒന്നും പറയണ്ട മോനെ, 3-4 ദിവസമായിട്ട് ഈ കുരിപ്പ് എനിക്ക് സമാധാനം തരുന്നില്ല. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് മുള്ളുമേ നിൽക്കായിരുന്നു. പിന്നെ അവളുടെ എക്സാം ലാസ്റ്റ് വീക്ക് കഴിഞ്ഞു. എനിക്കാണെങ്കിൽ സെം ബ്രേക്കാണ്. അപ്പം ഇങ്ങോട്ട് വരാമെന്ന് കരുതി, നന്ദൻ ചിരിയോടെ പറഞ്ഞു. ഡെന്നി ഗൗരിയെ ഒന്ന് ഇരുത്തി നോക്കി. ഗൗരി നല്ലപോലെ ചിരിച്ചു കൊടുത്തു. അവിടുന്ന് ഡെന്നിയുടെ നോട്ട് നേരെ മിഴിയിലേക്ക് പോയി. മിഴി അവനെ നോക്കി എന്താണെന്നുള്ള രീതിയിൽ പൊരിക്കും പൊക്കി. ഡെന്നി ഒന്നുമില്ലെന്ന് പറഞ്ഞ് ചുമൽ കൂച്ചി. എഞ്ചിനാ ഇവിടേക്ക് വന്നേ? മിഴി ഗൗരിയെ നോക്കി ചോദിച്ചു. ഗൗരി അവൾ അന്തം വിട്ട് നോക്കി. പിന്നെ തലയൊന്ന് കുടഞ്ഞ് അവളെ നോക്കി കണ്ണു കിട്ടി. അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇതേ എന്റെ ഇച്ചായന്റെ വീടാ, എനിക്ക് എപ്പോ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇന്നലെ പെയ്ത മഴയിൽ കുരുത്ത നീയൊന്നും എന്നെ തടയാറായിട്ടില്ല. ഗൗരി കാലുമേക്കാലി കയറ്റിച്ചുകൊണ്ട് പറഞ്ഞു. അതിനിന്നലെ മഴ പെയ്തില്ലല്ലോ, മിഴി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. പാവം കൊച്ച്, ഹിജാദി ഡയലോഗ് പറഞ്ഞ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള പ്രായപരിധി അതിനായിട്ടില്ലെന്ന് കൂടി ഗൗരി കണക്കിലെടുക്കണമായിരുന്നു. തെറ്റ് എന്റെ ഭാഗത്താണോ? കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ചെറിയ ശരീരത്തിലെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഗൗരി തലക്ക് കൈ കൊടുത്തു. ഇത്തിരിയും ജീവിച്ച സമാധാനം ഉണ്ടായിരുന്നു, അത് കലയാൻ വന്നതാനോ? മിഴി ഗൗരി ഇരിക്കുന്ന പോലെ തലക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഗൗരി അവളെ ദയനീയമായിട്ട് നോക്കി. മിഴി അത് കാണാത്ത പോലെ മുഖം തിരിച്ചിരുന്നു. നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാ, മൈൻഡാക്കണ്ട.
ഒരെണ്ണം ചെറുതാന്ന് നോക്കാം, മറ്റേതാണ് ഈ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ. നന്ദൻ ഡെന്നി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി നന്ദനൊന്ന് ഫ്രഷ് ആവാൻ റൂം കാണിച്ചു കൊടുത്തു. ട്രീസ് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവർക്ക് പിന്നാലെ ഗൗരിയുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് ലച്ചു. ഹാളിൽ ഇപ്പൊ ഗൗരിയും മിഴിയും മാത്രം. ചുറ്റും നിശബ്ദത. രണ്ടുപേരും പരസ്പരം നോക്കി. ആദ്യം ക്രൂര നോട്ടമായിരുന്നെങ്കിലും പതിയെ മിഴിയുടെ ചുണ്ടൊരു പുഞ്ചിരി വിടർന്നു. ഗൗരി അത് കണ്ടതും പിണങ്ങി മുഖം തിരിച്ചിരുന്നു. കോരി മിഴി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് കൊഞ്ചലോട് വിളിച്ചു. വേണ്ട, എന്നോട് മിണ്ടണ്ട, പോ. ഗൗരി അവളെ നോക്കാതെ പറഞ്ഞു. ശി, പെനങ്ങല്ലേ. മിഴി അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ പിണങ്ങാണ്ട് ഇത്രയും നേരം എന്തായിരുന്നു ഷോ? എന്തിനാ വന്നു പോലും? നീ വിളിച്ചില്ലടി ഞാൻ വന്ന്. ഗൗരി മിഴിയെ നോക്കി പറഞ്ഞു. പതുക്കെ. മിഴി ചുറ്റും നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെന്താ? ഗൗരിയും സൗണ്ട് ആയിട്ട് ചോദിച്ചു. നേരത്തെ പപ്പയ്ക്ക് സംശയം തോന്നി, അതാ ഞാൻ അഭിനയിച്ചേ. മിഴി വാപുതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹോ, അഭിനയ കുലപതി. ഒരു നിമിഷം ഞാൻ സംശയിച്ചു പോയി, നീ എന്നെ വിളിച്ചു വരുത്തി പകരം വീട്ടണാണോ എന്ന്. ഗൗരി അവളെ തൊഴുതുകൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യുവോ? മിഴി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ആ, ഇല്ലേ, നിനക്ക് കൊള്ളാം. അതിരിക്കട്ടെ, ഒരു പണിയുണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞു, കാര്യം പറഞ്ഞില്ലല്ലോ. ഗൗരി താടി കൈയും കൊടുത്ത് ചോദിച്ചു. പറയാം, പപ്പ അരിഞ്ഞാൽ സമ്മതിക്കില്ല, അതാ ഞാൻ രഹസ്യമായി വലിച്ചേ. മിഴി ഗൗരവത്തിൽ പറഞ്ഞു. അത്രയ്ക്ക് വലിയ കാര്യമാണോ? എന്നാ പറ, എന്തിയാ ഈ മാതിരി വലിയ വലിയ പണികളൊക്കെ ഏറ്റെടുക്കാൻ ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഗൗരി ഷോൾഡറിലുള്ള പൊടിയെട്ടുന്ന പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. വല്ലാണ്ട് അങ്ങനെ ഷോ കാണിച്ചെന്റ, ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ളേ ഉള്ളൂ. പക്ഷെ ഞാൻ കുഞ്ഞിക്കുറ്റിയല്ലേ, അപ്പൊ എനിക്കൊരു കൂട്ട് വേണം. മിഴി ഗൗരിയെ തളർത്തിക്കൊണ്ട് പറഞ്ഞു. ആ, കൂട്ട് വേണമല്ലോ, ഒരു സപ്പോർട്ട് വേണം തോന്നിയപ്പോ ആദ്യം ഓർമ്മ തന്നെയല്ലേ. അതെന്തുകൊണ്ടാ? എനിക്കതിനുള്ള കഴിവുള്ളതുകൊണ്ട്. ഗൗരി വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത പോലെ പറഞ്ഞു. ആ, സമ്മതിച്ചു. മിഴി വേഗം സമ്മതിച്ചു കൊടുത്തു. ഇനി അതിന്റെ പേരിൽ തർക്കം വേണ്ട. ഓക്കെ, അപ്പൊ കം ടു ദി മാറ്റർ. ടെൽ മീ, വാട്ട് ഈസ് ദ പ്രോബ്ലം? പ്രോബ്ലം എന്ന് എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഗൗരി ഡ്യൂഡ് ബ്രോയെ അനുകരിച്ചുകൊണ്ട് പറഞ്ഞു. പറയാം. മിഴി അവളെ നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് കാര്യം പറഞ്ഞു. ഗൗരിയെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഇടയ്ക്ക് താടിക്ക് കൈയും കൊടുത്ത് ആലോചിക്കുന്നുണ്ട്. എന്ത് കുന്താണെന്ന് തമ്പുരാൻ അറിയാം, വെറും ഷോ. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ദക്ഷ എന്ന് പറയുന്ന ആ സാധനത്തിനെ കെട്ടിയിട്ടിക്കണം. ഗൗരി മിഴിയെ നോക്കി പറഞ്ഞു. മിഴിയും ഗൗരവത്തിൽ പറഞ്ഞു. അപ്പോ ലച്ചുവിക്ക് ആ സാധനത്തിന് ഇഷ്ടമല്ല? ലച്ചുവിന് മാത്രമല്ല, എനിക്ക് ഇഷ്ടമല്ല. മിഴി ദേഷ്യത്തോടെ പറഞ്ഞു. അല്ല മോളെ, ലച്ചുവിക്ക് പിന്നെ ആ പെണ്ണുപിള്ള ഡെന്നിസിനോട് അടക്കുന്ന കുശുമാണെന്ന് കരുതാ, നിനക്കെന്താ? ഗൗരി സംശയത്തോടെ ചോദിച്ചു. ആ സാധനം എനിക്കൊരു മിഠായി പോലും വാങ്ങിച്ചു തന്നില്ലെന്നേ, പിന്നെ എപ്പോ കാണുമ്പോഴും പുച്ഛിച്ചും. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മിഴി ദേഷ്യത്തോടെ മുഖം പിടിച്ചുകൊണ്ട് പറഞ്ഞു. മിഠായി വാങ്ങി തരാത്തതാണോ പ്രശ്നം? ഗൗരി വിളിച്ചുകൊണ്ട് മിഴിയെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു.